അസ്സലാമു അലൈക്കും. നമ്മൾ റമദാൻ മാസത്തിലെ ചരിത്രത്തിൽ ഒരു സുപ്രധാന സംഭവമായിരുന്നല്ലോ മക്ക ഫതഹ്, മക്ക വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മക്ക വിജയം, മക്ക ഫതഹ് എന്ന് പറയുന്ന ഒരു സംഭവം, അതിനെ പറ്റിയിട്ട് നാം സംസാരിക്കാം. മക്ക ഫതഹാക്കി എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ നമുക്ക് അറിയാം അത് വളരെ ചരിത്രപരമായ ഒരു സംഭവമായിരിക്കും. കാരണം ഇന്നിപ്പോൾ ആളുകളിങ്ങനെ ഒരു പൊതുവായ വീക്ഷണത്തിൽ മക്ക എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളുടെ ഖിബ്ല, ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും അവർ നിസ്കാരത്തിൽ മുന്നിടുന്നത് അവിടേക്കാണ്. ഇനിയിപ്പോൾ സ്പേസ് സ്റ്റേഷനിലൊക്കെ പോയാൽ നമ്മൾ സുനിത വില്യംസൊക്കെ അവിടെയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ചർച്ച. അപ്പോൾ അവിടുന്ന് എങ്ങോട്ടാണ് മുന്നിടുക, എന്നാലും ഖബിലക്ക് എന്ന് ആൾക്കാർക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത് പരിശുദ്ധ കാബയിൽ അപ്പം അത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഗോള തലത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റമദാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ റമദാനിലൊക്കെ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രം, ആ റമദാനിലെ ആചാരങ്ങളുടെ ഒക്കെ ഒരു സ്ഥിരാകേന്ദ്രം മക്കയാണ്. അപ്പം ഈ മക്ക പലതുകൊണ്ടും മറ്റ് മതവിശ്വാസങ്ങൾക്കിടയിൽ പോലും ക്രിസ്ത്യാനികൾക്കും ബൈബിളിൽ ചില സ്ഥലത്ത് ബക്ക, ഖുർആനും ബക്ക എന്ന് പരാമർശിച്ചിട്ടുണ്ട്, ബക്കയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ ചരിത്രപരമായ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ അത് ആദ്യ പ്രവാചകൻ എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ അഫ്ളലുൽ ആദ്യം മനുഷ്യരിൽപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളുടെ ഒരു കേന്ദ്രവുമായിട്ടാണ് നമുക്കത് കാണാൻ കഴിയും. അപ്പം അത്ര പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം, പ്രത്യേകിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ, ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ സെമിറ്റിക് മതങ്ങളുടെ മുഴുവൻ ഒരു വല്ലിപ്പേട്. അപ്പോൾ അവർക്കെല്ലാവർക്കും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അതുപോലെ എല്ലാവർക്കും വേണ്ടപ്പെട്ട പ്രവാചകന്മാരിൽ എല്ലാ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരൊക്കെ തവാഫ് ചെയ്തിട്ടുള്ളൊരു പ്രധാന കേന്ദ്രമാണ്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് അലി റളിയല്ലാഹുവിനൊക്കെ കാബയ്ക്ക് അകത്ത് തന്നെയാണ് ജനിച്ചത്. അപ്പം അങ്ങനെ ഇസ്ലാമിൻ്റെ ഒരു ഇത് രൂപപ്പെട്ടു വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അത് കീഴടക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ എത്രത്തോളം ചരിത്ര പ്രധാനമായിരിക്കും ആ ഒരു വിഷയമെന്ന് നമുക്ക്, കാരണം നമ്മൾ ബദറിനെ അനുസ്മരിക്കുന്നുണ്ട്, നമ്മൾ പല ചരിത്ര സംഭവങ്ങളൊക്കെ ഇങ്ങനെ അനുസ്മരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു സാധനമായിരിക്കും മക്ക വിജയം എന്ന് നമുക്ക് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. കാരണം മക്ക മുശ്രിക്കീങ്ങളുടെയും വിഗ്രഹാരാധകരുടെയും കയ്യിലായിരുന്നു. കഅബാലയത്തിൽ 300ഓളം വിഗ്രഹങ്ങളുണ്ടായിരുന്നു. ഈ വിഗ്രഹങ്ങളൊക്കെ അവിടെ നീക്കം ചെയ്യണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വഹി അറിയിച്ചു. ലഖദ് സദഖ സൂറത്തുൽ ഫതഹിൽ അല്ലാഹു പറഞ്ഞു, ലഖദ് സദഖല്ലാഹു റസൂലഹു റുഇയ ബിൽ ഹഖ് ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീന മുഹല്ലിഖീന റൂസകും മുഖസ്സിരീന ലാ തഖഫൂൻ ഫഅലിമ മാ ലം തഅലമു ഫജഅല മിൻ ദൂനി ദാലിക ഫത്ഹൻ ഖരീബ. അവിടെ ഒരു അടുത്ത വളരെ സമീപസ്ഥമായ ഖരീബായിട്ടുള്ളൊരു ഫത്ഹിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. സദഖല്ലാഹു റസൂലഹു റുഇയ ബിൽ ഹഖ്. ഒരു സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നിങ്ങൾ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നതും തലൊക്കെ മുണ്ടനം ചെയ്തുകൊണ്ട് അവിടെ പ്രവേശിക്കുന്നതും, അങ്ങനെ അത് ഫത്ഹാക്കുന്നതിനെ കുറിച്ചുള്ള. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനിക തന്ത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ, വളരെ രസകരമായ സൈനിക തന്ത്രങ്ങൾ അനുഭവിക്കേണ്ട സ്ഥലമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനിങ്ങനെ പോകുന്നുണ്ടെന്ന് എല്ലാവരും അറിയിക്കണ്ട, എല്ലാവരും പല സ്ഥലത്തേക്കാണ് പോകണമെന്ന് കരുതിക്കോട്ടെ. കാരണം ചില ആൾക്കാർ സിറിയൻ്റെ ഭാഗത്തേക്കാണ്, ചില ആൾക്കാർ അങ്ങോട്ടാണ്. സൈന്യത്തോട് ഒരുങ്ങാൻ പറഞ്ഞു. എങ്ങോട്ടാണ് പോകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടുത്തം കൊടുത്തില്ല. അങ്ങനത്തെ ഒരു സൈനിക നീക്കമായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ആ സൈനിക നീക്കം പിന്നെ വളരെ രഹസ്യമായ സൈനിക നീക്കം പോലും ഒരു വേള ചോർന്നു. പക്ഷെ ചോർന്നതിലും എന്തെങ്കിലും ഖൈറുണ്ടാവുമായിരിക്കും. പക്ഷെ അതും ബദരീങ്ങളിൽ പെട്ട ഒരാളാണ് ചെയ്തത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ ഒറ്റ കൊടുക്കുക എന്നുള്ള ഒരു വലിയ വിഷയം അവിടെ സംഭവിച്ചിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരി ആയതുകൊണ്ട് അതിന് പുറത്തു കൊടുത്തു. അപ്പോൾ അതൊക്കെ ചരിത്ര പ്രധാനമായ വലിയൊരു, അതിലൊക്കെ ഒരുപാട് പാഠങ്ങൾ ആ വിഷയങ്ങളിലുണ്ട്. എന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പിന്നെ പല തരത്തിലുള്ള സൈനിക നീക്കങ്ങളിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറക്ക് പോകുന്ന ഒരു രൂപത്തിലാണ് ആ കാര്യങ്ങൾക്കൊക്കെ തയ്യാറാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയപ്പെടുന്നത് റമദാൻ 10-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തിൽ നിന്ന് പുറപ്പെടുന്നതെന്നാണ്. അപ്പോൾ ഈ യാത്രകൾക്കൊക്കെ അതിൻ്റെതായ ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളും, അതൊന്നും നമുക്ക് ചരിത്രം വിശകലനം ചെയ്യാനുള്ളൊരു സമയമല്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തുമ്പോൾ
പിന്നെ പിന്നെ ഈ സ്ഥലത്തേക്ക് എത്തുമ്പോൾ പല ആൾക്കാരും തായിഫിക്കാണ് പോണത് എന്നുള്ള ധാരണ ഉണ്ട്. അങ്ങനെ എങ്ങോട്ടും ഈ യാത്ര മാറാവുന്ന ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ഇതിങ്ങനെ ഒരു അവസ്ഥ കൊടുത്തോണം. കാരണം അവർക്ക് വലിയൊരു സൈനിക നീക്കത്തിന് മക്കാർക്ക്, മക്കയിലുള്ള ഖുറൈശികൾക്ക് ഒരുങ്ങാനുള്ള ഒരു സന്ദർഭവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നില്ല. എന്നാൽ അവർക്കൊരിക്കലും പ്രതിരോധിക്കാനും പറ്റില്ല. കാരണം ഈ വശത്ത് 313 ബദറിൽ പങ്കെടുത്തതെങ്കിൽ ഇവിടെ മുഹാജിറുകൾ മാത്രം 700 പേരും, പിന്നെ ഈ മദീനക്കാർ അതായത് അൻസാറുകൾ മാത്രം 4000 പേരും, 300ഓളം കുതിരകളോ ഒട്ടകങ്ങളോ, അങ്ങനെ വലിയ സൈനിക നീക്കമാണ് നടക്കാൻ പോകുന്നത്. നേരത്തെ ഇവർ മറ്റൊരു വലിയ ആയിരക്കണക്കിന് ആൾക്കാരുള്ള സൈന്യമായിട്ട് വന്നിട്ട് ബദറിലൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിലാണ് തിരിച്ചിങ്ങോട്ട് മക്കയിലേക്ക് ഒരു ഇത് നടക്കുമ്പോൾ അതിനെങ്ങനെ ഇവർക്ക് നേരിടാൻ പറ്റും എന്നുള്ള ഒരു കണക്കൂട്ടലുണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം അബൂ സുഫിയാൻ പോലത്തെ ആൾക്കാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യം അത്രയും ദ്രോഹിക്കുകയും ഇതൊക്കെ ചെയ്ത ആളുകളൊക്കെ ആ സന്ദർഭത്തിലാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കണം. പക്ഷേ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ആ സാഹചര്യത്തിൽ, അത്ര വലിയൊരു ചരിത്ര സന്ദർഭത്തിൽ ഏതൊരു ആളുകൾക്കും, ഏതൊരു രാഷ്ട്ര നായകനും അതുപോലെ ഏതൊരു വ്യക്തിക്കും വലിയ പാഠങ്ങൾ നൽകുന്ന എന്താണ് ഒരു വിജയവും ഫത്ഹും വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനോട് സമീപിക്കേണ്ടത് എന്നുള്ള അത്യുത്കൃഷ്ടമായ പാഠങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് നൽകിയത്. കാരണം മക്ക കീഴടക്കുന്നതിന് മുമ്പ് തന്നെ ശരിക്കും അബൂ സുഫിയാനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ മുമ്പ് തന്നെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ തകർക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തുറന്നു വിടുകയാണ്. അതായത് അദ്ദേഹത്തിന് വിശ്വസിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും അങ്ങനെ ആദ്യം അദ്ദേഹം വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ അംഗീകരിച്ചോളാം, മുഹമ്മദ് റസൂലുള്ളാഹിക്ക് കുറച്ചുകൂടി സമയമാണെന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അടുത്ത ഘട്ടത്തിൽ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ മുമ്പിൽ ഇവർ പിന്നെ കാണിക്കുന്ന സുബഹി നിസ്കാരത്തിൻ്റെ സമയത്ത് വുളു എടുക്കുമ്പോൾ ആ വെള്ളം തെറിച്ചു പോകുന്നത് പിടിച്ചെടുക്കാൻ വേണ്ടി സഹാബാക്കൾ നടത്തിയിരുന്ന ആ ബഹുമാനത്തിൻ്റെ അങ്ങേറ്റം കണ്ടപ്പോൾ അദ്ദേഹം ആ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ചു പോവാണ്. അപ്പം എന്തായാലും ആ ഒരു പിന്നെ ഇവരൊക്കെ ഈ ഇസ്ലാമികളെ അതിന് ശേഷമുള്ളൊരു ശ്രേണിയാണ്, അതായത് ഒരു പുതിയ വിഭാഗം അവിടെ തുടങ്ങും. അൻതുമുത് തുലഖാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇനി സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ടീമും കൂടി അവിടെ തുറന്നിടാൻ പറഞ്ഞു. അതുവരെ നബി പല ശ്രേണികളാണ് ഇസ്ലാമിക രാഷ്ട്രത്തിലെ അവസ്ഥകളിലുണ്ടായിരുന്നു. അപ്പം ഈ പല ആൾക്കാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതോടുകൂടി സ്വതന്ത്രരായിട്ട് വിടുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു വളരെ മനോഹരമായ രംഗമാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ബാപ്പാനെയും കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ഏതാ മൂപ്പര്. അപ്പം വളരെ പടുവൃദ്ധനായി കഴിഞ്ഞു. അപ്പം അബൂ ഖുഹാഫ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സിദ്ദീഖ് റളിയല്ലാഹു പിന്നെ നബി സല്ലല്ലാഹു അലൈഹി സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറയാണ്, ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് വരുമായിരുന്നില്ലേ, നിങ്ങളെന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്നത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടുള്ള സ്നേഹം കാണിക്കും. അപ്പം നല്ല നിങ്ങളെ അങ്ങോട്ട് പോകുന്നതിലും നല്ല അദ്ദേഹം ഇങ്ങോട്ട് വരലല്ലേ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്തദാനം ചെയ്യുകയും സ്വീകരിക്കുകയും അങ്ങനെ ആ കലിമ പറഞ്ഞു കൊടുക്കുകയും എന്നൊക്കെ ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സന്ദർഭമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മൗദി ഖദമെ ഈ ഖാത്തമുൻ നുബുവത്തിൻ്റെ സ്ഥാനത്ത് അലി റളിയല്ലാഹു ഈ ചവിട്ടി കയറിയിട്ട് കാബ മന്ദിരത്തിൽ നിന്ന് ആ വിജയത്തിൻ്റെ ആ ഘട്ടങ്ങളൊക്കെ നമുക്കറിയാം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാബ മന്ദിരത്തിൽ കയറിയിട്ട് ഓരോ വിഗ്രഹത്തിനോടും ഒക്കെ ഇത് ചെയ്തിട്ട് ആ ഓരോ വിഗ്രഹങ്ങളെയും അവിടെ നീക്കം ചെയ്യുന്നതും അവിടെ ഉണ്ടായിരുന്ന യേശു പിന്നെ കന്യാ സ്ത്രീ മറിയത്തിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയും ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ എന്ന് പറയപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ച രൂപങ്ങളെയും മറ്റേ ചിത്രങ്ങളൊക്കെ എടുത്ത് നീക്കം ചെയ്യണം. അങ്ങനെ വളരെ ചരിത്രപരമായൊരു വിഷയം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു മനുഷ്യൻ്റെ ഹൃദയ ലോകവുമായി ബന്ധപ്പെട്ട കൽബിയ ലോകവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് മസ്ജിദുൽ ഹറാം, ആ കാബയുമായി ചുറ്റിപ്പെട്ട ഒരു രഹസ്യം. അപ്പം അവിടെ അള്ളാഹു അവിടുന്ന് എല്ലാ കാര്യങ്ങളും നീക്കം ചെയ്തുകൊണ്ട് അവിടുന്ന് പൂർണ്ണമായും അതിനെ പിന്നെ ക്ലീൻ ആക്കിക്കൊണ്ട് അതിനെ വിജയിച്ചടക്കുന്ന, അതിനെ കീഴടക്കി ആ ലോകങ്ങളെ കീഴടക്കിയിട്ട് ഒരു ഫത്ഹ് സംഭവിക്കുന്ന ഒരു വലിയ വിഷയമാണ് ഈ മക്ക വിജയത്തിൻ്റെ സന്ദേശം. അപ്പോൾ മക്ക വിജയം മറ്റ് പല
യുദ്ധങ്ങളെയും മറ്റ് പല സമരങ്ങളെയോ അതുപോലെയല്ല. മക്ക വിജയം വളരെ ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുസ്മരിക്കേണ്ടത്. കാരണം അതിൽ കുറേ രക്തച്ചൊരിച്ചിലോ ഒന്നുമല്ല, അതൊരു വിജയമാണ്. വളരെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു വിജയമാണ്. ആ വിജയം ഇന്നത്തെ കാലഘട്ടം വരെ മുസ്ലിം ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും ഇസ്ലാമിക നാഗരികതയും ഇസ്ലാമിൻ്റെ എല്ലാ പ്രൗഢിയുടെയും ഒക്കെ ഒരു കേന്ദ്രമായി മക്ക മാറിയ ഒരു വിഷയത്തിന് നടന്ന ഒരു സന്ദർഭമാണ് ഈ അവസാനത്തെ 10. ഈ അവസാനത്തെ 10ൻ്റെ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് പ്രവേശിക്കുന്നതും. എന്നാൽ അന്ന് നോമ്പ് മുറിക്കാനും പറഞ്ഞുകൊണ്ട് ഈ യുദ്ധത്തിലേക്ക് ഇങ്ങോട്ട് വരികയാണെന്നുള്ളത് അറിയിക്കാൻ വേണ്ടി എല്ലാവരോടും നോമ്പ് തുറന്നിട്ടൊക്കെ എല്ലാ യുദ്ധത്തിൻ്റെ സെറ്റപ്പിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കയറിയത്. ഏതായാലും ഒരു രക്തച്ചൊരിച്ചിലോ പ്രശ്നങ്ങളോ ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സമാധാനപരമായിട്ട് മക്ക കീഴടക്കിയ ഒരു സന്ദർഭത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് റമദാൻ്റെ അവസാനത്തെ 10.